ഈ രാഷ്ട്രീയത്തിൽ പലരും അധികാരത്തിന് വേണ്ടി പലതും ചെയ്യും. നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. പക്ഷേ രാജ്യം ഭരിക്കുന്ന പ്രസിഡൻറ്റിനെ കൊല്ലാൻ വൈസ് പ്രസിഡൻറ്റ് കൊട്ടേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. ആ കൊട്ടേഷൻ കൊടുത്തുവെന്ന് സ്വയം കുമ്പസാരിക്കുകയും ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു കഥയാണ്. അത്തരം ഒരു വാർത്ത ഇപ്പോൾ ലോകത്ത് ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. പതിവ് പോലെ പറയാം, നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. ശനിയാഴ്ച ഇന്നലെ ആണ് ഈ സംഭവം. ഫിലിപ്പൈൻസിലെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറാണ്, പഴയ മാർക്കോസിൻ്റെ മകൻ. മുമ്പ് ഏകാധിപതിയായിരുന്നല്ലോ അവിടെ. ഈ വൈസ് പ്രസിഡന്റ് സാറാ ദുത്തർത്തെ സ്ത്രീയാണല്ലേ? സ്ത്രീയാണ്. അവർ പ്രസംഗിക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇത് പറയുന്നത്. സാറാ ദുത്തർത്തെ ആണ് ഇന്നലെ പറഞ്ഞത്, പ്രസിഡന്റിനെ കൊല്ലാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റിനെ മാത്രമല്ല, പ്രസിഡന്റിൻ്റെ ഭാര്യ, സ്പീക്കർ, അവിടുത്തെ ഇവർക്ക് പ്രസിഡന്റ് ആവാനാണോ? കേൾക്കൂ, സ്പീക്കർ ഷണ്ടയാ, സ്പീക്കറുടെ ഭാര്യ. അത് ശരി, കൂട്ടക്കൊലയാണ്. ഇത്രയും പേരെ കൊല്ലാനായിട്ട് ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരാളോട് ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊല്ലപ്പെട്ടാൽ ഇവരെയും കൊന്നേക്കണം. ഓ അങ്ങനെ. ഞാൻ കൊല്ലപ്പെട്ടാൽ ഇവരെയും കൊന്നേക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ. അത് അയാൾ ചെയ്തോളും. ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്, ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്, ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക് എന്ന് പറഞ്ഞവർ. സീരിയസ് ആണ്. സീരിയസ് ആണ്, ഇത് തമാശയൊന്നും അല്ല എന്ന് പരസ്യമായിട്ട് അപ്പോൾ ഒരു പ്രശ്നം, വൈസ് പ്രസിഡന്റിന് സംശയമുണ്ട്, പ്രസിഡന്റും സ്പീക്കറും ചേർന്ന് തട്ടുപോകുന്നൊരു ഭയമുണ്ട്. മറുതട്ടാണ്. അതെ, അങ്ങനെയാണ് അവിടെ രാഷ്ട്രീയം പോകുന്നത്. അപ്പോൾ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ലൂക്കാസ് ബെർസമിൻ ഈ ഭീഷണിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഭീഷണി ഞങ്ങൾ പ്രസിഡന്റിന്റെ എലൈറ്റ് ഗാർഡ്സിന് അറിയിച്ചിട്ടുണ്ട്. ആ ഗാർഡ് ഇങ്ങനെ ഒരു ഭീഷണിയുണ്ട്, പ്രസിഡന്റിനെ തട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങളെപ്പോഴും ജാഗരൂകരായിരിക്കണം എന്ന് ചെയ്തിട്ടുണ്ട്. ആ എലൈറ്റ് ഗാർഡ്സ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ അവർ എലൈറ്റ് ഗാർഡ്സ് ഇപ്പം മറ്റ് ഏജൻസികളുണ്ടല്ലോ, പോലീസുകാരും പട്ടാളമൊക്കെ ഏജൻസികളുമൊക്കെ ആയിട്ട് ഏകോപനം നടത്തുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവരിനിപ്പോൾ അറസ്റ്റ് ചെയ്യുകയൊക്കെ വേണം. ക്രിമിനൽ കേസാണല്ലോ. ക്രിമിനൽ കേസാണ്. ലോകത്തെ എവിടെയാണെങ്കിലും ഈ ഇന്റിമിഡേഷൻ, ഭീഷണി മാത്രമല്ല, കൊല്ലുന്നൊക്കെ പറയുന്നത്, കൊട്ടേഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ വധഭീഷണി. ഇനി അതിൽ അന്വേഷണം നടക്കണം. ഈ പറഞ്ഞ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിക്കണം. അതെ, ആ ആളെ കണ്ടുപിടിക്കണം. ആളുടെ പേര് പറഞ്ഞിട്ടില്ല. 2002 ഇവര് ദുത്തർത്തയും ഈ മാർക്കോസും ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പിൽ, ഈ അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലെ ഈ മാർക്കോസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയിരുന്നു ഇവര്, ദുത്തർത്തെ. അത്ര വലിയ അടുപ്പമുണ്ടായിരുന്നു. വളരെ അടുപ്പത്തിലാണ് നടന്നിരുന്നത്. അവർ ദേശീയ ഐക്യമൊക്കെ പറഞ്ഞിട്ട്, സ്വാഭിമാനം എന്നൊക്കെ പറയില്ലേ, ആത്മവീര്യം ഒക്കെ പറഞ്ഞിട്ടാണ് നിന്നത്. വലിയ വിജയവും കിട്ടി. പക്ഷെ അതിന് ശേഷം ഭിന്നത വന്നു. ആ ഭിന്നതയ്ക്ക് കാരണം സൗത്ത് ചൈന സീയിൽ ചൈന നടത്തുന്ന നീക്കങ്ങളുണ്ടല്ലോ, ഫിലിപ്പൈൻസും ഒക്കെയായി ബന്ധപ്പെട്ട്. ഫിലിപ്പൈൻസിന് അതിൻ്റെ ഉത്കണ്ഠയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ഇവരുടെ അഭിപ്രായത്തിൻ്റെ കൂടെ മാർക്കോസ് യോജിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ചൈന ഇതിൻ്റെ അകത്തൊരു കക്ഷിയാണെന്ന് തോന്നുന്നു. ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്? അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ നീക്കങ്ങൾ തടയണം എന്നാണ് ഇവരുടെ അഭിപ്രായം. ചൈനയെ അനുവദിക്കരുത്, ചൈനയായിട്ട് ജോയിന്റ് എക്സർസൈസ് പാടില്ല. സൗത്ത് ചൈന സീയിലെ അധീശത്വത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പൈൻസിന് ഭീഷണിയുണ്ട്. ഇനി അതായത് തായ്വാനെ എങ്ങനെയാണോ കരുതുന്നത് അതുപോലെ ഫിലിപ്പൈൻസിനെ കരുതുന്നുണ്ട് ചൈന എന്ന് ഒരു അടി ഫിലിപ്പൈൻസും ചൈനയും തമ്മിൽ പലപ്പോഴും നടക്കാറുണ്ട്. ഈ സൗത്ത് ചൈന സീയിലെ മേധാവിത്വം പറഞ്ഞിട്ട്. അതാണ് ഇഷ്യൂ എന്നാണ് പത്രങ്ങൾ പറയുന്നത്. അതല്ലാത്ത പേഴ്സണൽ ഇഷ്യൂസ് അറിയില്ല, പക്ഷെ ഉറപ്പായിട്ടും അത് കാണും. ഒരുമിച്ച് ഒരേ ചങ്കായിരുന്നവർ ഇങ്ങനെ പിരിയണമെങ്കിൽ വേറെ കാര്യങ്ങൾ അതായിരിക്കും പ്രധാനം. അല്ലാതെ ഒരു രാഷ്ട്രീയ കാരണം വേണമെങ്കിൽ അവർക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ദുത്തർത്തെ മാർക്കോസ് മന്ത്രിസഭയിൽ ഈ വിദ്യാഭ്യാസവും കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ജൂണിൽ അവിടെ ആ സ്ഥാനത്ത് നിന്ന് അവർ രാജിവെച്ചു. അപ്പോൾ അതിനും ചൈന കാരണമൊന്നും ആയിരിക്കില്ല, രാജിവെച്ച് പോയിട്ടുണ്ട്.
പിന്നെ കലാപവിരുദ്ധ കമ്മീഷൻ മേധാവി സ്ഥാനം എന്ന് പറഞ്ഞൊരു സാധനം അവർക്കുണ്ടായിരുന്നു, അത് നോക്കുന്ന അതും അവർ രാജിവെച്ചു പോയി. അവരുടെ പിതാവ് പണ്ട് പ്രസിഡന്റായിരുന്നു, ഈ സാറാ ദുത്തർത്തയുടെ. അതായത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഉണ്ട്. റോഡ്രിക്സ് ദുത്തർത്തെ പ്രസിഡന്റ് ആയിരുന്നു അവിടെ. അയാളും ഈ മറ്റേ ലേലം സിനിമയിൽ സോമം പറയില്ലേ, ഔട്ട് സ്പോക്കൺ എന്ന് പറയില്ലേ മെത്രാനോട്, ഔട്ട് സ്പോക്കൺ ആണ് ത്രിവേണി, ഔട്ട് സ്പോക്കൺ അല്ലേ? അപ്പം ഇയാളും ഔട്ട് സ്പോക്കൺ ആയിരുന്നു ഈ സാറയെ പോലെ എന്നാണ് പറയുന്നത് ഈ പിതാവ്. മാർക്കോസ്, ഭാര്യ ലിസ അരാനെറ്റ, അവരെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർ മാർട്ടിൻ റോമുൾഡസ്, അയാളും കൊല്ലും. പ്രസിഡന്റിൻ്റെ കസിനാണ് അയാൾ, ഈ റോമുൾഡസ് സ്പീക്കർ. അപ്പോൾ അവർ ബന്ധുക്കളാണ്, മാർക്കോസിൻ്റെ തന്നെ ബന്ധുവാണ് സ്പീക്കർ. അഴിമതിയും കഴിവുകേടുമാണ് ഇവരുടെ മുഖമുദ്ര എന്ന് സാറ ഈ പ്രസംഗത്തിൽ പറഞ്ഞു. കൊല്ലുന്നു പറഞ്ഞതിൻ്റെ അകത്ത് ദുത്തർത്ത് ഞങ്ങളുടെ കുടുംബത്തിനെ മൊത്തത്തിൽ ഇയാൾ ഈ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് അയാളോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കോസ് ഈ സ്പീക്കർ, ഇവരുമായി ബന്ധപ്പെട്ട എം പിമാരൊക്കെ ഈ ചീഫ് ഓഫ് സ്റ്റാഫ് സുലൈഖ ലോപ്പസ്, ഇവരുടെ ചീഫ് ഓഫ് സ്റ്റാഫ് സുലൈഖ എന്ന് പറഞ്ഞ സ്ത്രീയുണ്ട് സാറ, അവരെ തടവിലിടാനായിട്ട് നീക്കം നടത്തിയിരുന്നു. അപ്പോൾ വേറൊരു കാരണം കൃത്യമായ കാര്യം വരുന്നുണ്ട്, ചൈനയൊന്നും അല്ലാതെ ഇവരുടെ ഒരു ചീഫ് ഓഫ് സ്റ്റാഫ്, ഇവരുടെ സഹായി, ഇവർക്കുണ്ടല്ലോ വൈസ് പ്രസിഡന്റിലും സ്റ്റാഫ് ഉണ്ടല്ലോ, അതിൻ്റെ ചീഫ് സുലൈഖ ലോപ്പസ്, അവരെ മാർക്കോസും സ്പീക്കറും എല്ലാം കൂടി തടവിലിടാൻ തീരുമാനിച്ചു. അതെന്താന്ന് വെച്ചാൽ ഇവർക്കൊരു ബജറ്റ് ഉണ്ടല്ലോ, വൈസ് പ്രസിഡന്റ് ജീവിച്ചു പോകാനായിട്ട് ഒരു വർഷം. ആ ബജറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു മാർക്കോസ്. ഈ സൈഡ് ലൈൻ ചെയ്യുമ്പോൾ പല കേസിലും പിടിച്ചിടണമല്ലോ. അപ്പോൾ ബജറ്റിൻ്റെ അകത്ത് ഇവർക്ക് കൊടുക്കുന്ന പൈസയിൽ അഴിമതി നടക്കുന്നുണ്ട്. അത് ഇവരാണ് ഈ ചീഫ് ഓഫ് സ്റ്റാഫ് സുലേഖയാണ് ഇതിൻ്റെയൊക്കെ തിരുക്കുറ്റി എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ അന്വേഷണം നടത്തിയിട്ട് തടവിലിടാൻ നീക്കം നടന്നു. അപ്പോൾ അവർ തടവിൽ കൊണ്ടുപോകുമ്പോൾ അവർ പൊട്ടിക്കരയുകയൊക്കെ ചെയ്തു. എന്നിട്ട് അസുഖമൊക്കെ ബാധിച്ചു, ആശുപത്രിയിലേക്ക് നീക്കി അവരെ. അങ്ങനെയാണ് ഫുൾ ടൈം ജയിലിലല്ലാതെ പോയത്. അങ്ങനെ ഒരു സംഭവം കുഴഞ്ഞു നടക്കുന്നുണ്ട്. ഇവരുടെ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ അവർ സുലേഖ കരഞ്ഞ് ആശുപത്രി പോയ ശേഷം പുലർച്ചെ 4 മണിക്ക് പത്രസമ്മേളനം നടത്തി സാറ, വൈസ് പ്രസിഡന്റ്. എന്നിട്ട് മാർക്കോസിന് അവർ കിഴങ്ങനാണെന്ന് പറഞ്ഞു. ഇയാൾ വെറും കിഴങ്ങനാണ്, ഒരു കഴിവുമില്ല, കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെയാണ് ഇതൊക്കെ പിന്നീട് പറഞ്ഞത്. സാറയ്ക്ക് ഇപ്പം 46 വയസ്സുണ്ട്, അഭിഭാഷകയാണ് അവർ, ലോയറാണ്. അപ്പോൾ എന്നിട്ട് പ്രസംഗത്തിൽ പറഞ്ഞവർ, ഞാൻ ചിലരോട് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ സുരക്ഷയെപ്പറ്റി നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ ജനം പേടിക്കണ്ട, എന്നെ കൊന്നാൽ നിങ്ങൾ BBM, അത് പ്രസിഡന്റിന്റെ ഷോർട്ട് ഫോമാണ്. അവിടെ ഫിലിപ്പൈൻസിൽ BBM, മറ്റേ MB എന്നറിയപ്പെടുന്നില്ല, MBS സൗദിയിലെ, നിങ്ങൾ BBM, ലിസ അയാളുടെ ഭാര്യ, സ്പീക്കർ എന്നിവരെ തട്ടണം ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഇത് തമാശയല്ല എന്ന് പറഞ്ഞു. പട്ടാള മേധാവി ജനറൽ റോമിയോ ബ്രോണർ, പട്ടാളം നിഷ്പക്ഷമാണ് ഈ കാര്യങ്ങളിൽ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പട്ടാളത്തിന് പറയേണ്ട കാര്യമില്ലല്ലോ, കുഴപ്പമുണ്ട്. അപ്പോൾ ഇവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ സമാധാനം പാലിക്കണം എന്ന് പട്ടാളക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഐക്യമാണ് നമുക്ക് വേണ്ടത് എന്നും പട്ടാളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കോസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പാണ് ഇവരുടെ അച്ഛൻ ദുത്തർത്തെ പ്രസിഡന്റ് ആയിരുന്നത്. ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. ഈ അയാൾ അതിനു മുമ്പ് മേയറുമായിട്ടുണ്ട് അവിടെ. ആ മേയറായിരുന്ന കാലത്ത് അയാൾക്ക് ആളുകളെ കൊല്ലാനായിട്ട് ഒരു ചാവേർ സംഘം തന്നെ ഉണ്ടായിരുന്നു. അതായത് അങ്ങനത്തെ കുടുംബമാണത്, ഗുണ്ടകളെയൊക്കെ തീറ്റിപ്പോറ്റുന്ന. അവരുടെ കസ്റ്റഡിയിൽ ഗുണ്ടകൾ പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. പെണ്ണുമ്പിള്ളയുടെ ഭീഷണി അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റൂല. നിസ്സാരമല്ല, അവർക്ക് ചാവേർ സംഘമുണ്ട്. ഈ പിതാവ് വളർത്തിക്കൊണ്ടുവന്ന
ആന വളർത്തിയ പാനമ്പാടി എന്ന് പറയും. അതെ അതെ. അതുപോലെ ഈ പിതാവ് വളർത്തിയ ഒരു ചാവേർ സംഘം അവരുടെ കയ്യിലുണ്ട്, തട്ടിക്കളയുന്നുള്ളത്. ശരിക്കും പേടിക്കണം. അപ്പോൾ ഫിലിപ്പൈൻസിൽ നിന്ന് ചിലപ്പോൾ ചില വെടിവെച്ചുകൾ കേൾക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.